കാലടി സർവകലാശാല വിസിക്കെതിരെ എസ്എഫ്ഐയുടെ ശവസംസ്കാര പ്രതിഷേധത്തിൽ നടപടി കടുപ്പിച്ച് ഗവർണർ ഡിജിപിയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തി അന്വേഷണത്തിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യം. വിസിമാരുടെ പരാതിക്ക് പിന്നാലെയാണ് ഗവർണറുടെ അടിയന്തര ഇടപെടൽ. വിശദാംശങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, എസ്എഫ്ഐയുടെ കാടത്തത്തിൽ അതിക്രമത്തിലാണ് ഗവർണർ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഡിജിപിയെ വിളിച്ചു വരുത്തി എന്തൊക്കെ കർക്കശമായ നിർദ്ദേശമാണ് ഇതിനകം നൽകിക്കഴിഞ്ഞത്? KP സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാലടി സംസ്കൃത സർവകലാശാലയുടെ വിസിയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസിന് നേരെ എസ്എഫ്ഐ നടത്തിയിട്ടുള്ള കാടത്തം, അതിക്രമം, അധിക്ഷേപം, ഒപ്പം തന്നെ ശവസംസ്കാര ചടങ്ങ് രൂപത്തിലുള്ള പ്രതിഷേധം. ഇതിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി വിളിച്ചു വരുത്തി ലോക് ഭവൻ ഇടപെടൽ കടുപ്പിച്ചിരിക്കുന്നത്. ഗവർണർ ആണ് ഇത്തരത്തിലൊരു ഇടപെടൽ അല്പസമയം മുമ്പ് നടത്തിയത്. അതായത് സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയാണ് ഗവർണർ. ഒപ്പം തന്നെ ഗവർണർക്ക് മുൻപിലേക്ക് നിരവധി പരാതികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഡോക്ടർ സിസ തോമസ് അല്പസമയം മുമ്പ് നേരിട്ട് കണ്ട് പരാതി നൽകിയിരുന്നു. ആ പരാതിക്ക് പിന്നാലെ വിവിധ സർവകലാശാല വിസിമാരടക്കം ഇത്തരത്തിൽ പരാതികൾ നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമസമാധാന പരിപാലനം നടത്തേണ്ട സംസ്ഥാന പോലീസ് മേധാവിയെ ലോക് ഭവനിലേക്ക് തന്നെ വിളിച്ചു വരുത്തി ഇത്തരത്തിലൊരു കൃത്യമായ ഇടപെടൽ ഗവർണർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കാര്യമായ നടപടികൾ അടിയന്തരമായി ഉണ്ടാകണം, കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഗവർണർ ഡിജിപിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇല്ലെങ്കിൽ കടുത്ത നടപടികൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം നേരിടേണ്ടതായി വരുമെന്നുള്ള സൂചന കൂടി ഇപ്പോൾ ലോക് ഭവൻ നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലോക് ഭവൻ കൂടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ചില ന്യായീകരണ ശ്രമവുമായി എസ്എഫ്ഐ നേതൃത്വം രംഗത്ത് വരുന്നു. അതിന് കുടപിടിക്കുന്ന സമീപനം CPM സ്വീകരിച്ചിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോകില്ല, മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണം എന്നുള്ള കർക്കശമായ ഒരു താക്കീത് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതിനകം ഗവർണർ നൽകിക്കഴിഞ്ഞത്, അല്ലേ? തീർച്ചയായും KP അങ്ങനെ തന്നെയാണ്. കാലതാമസം ഉണ്ടാകാൻ പാടില്ല, കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടി വേണം, കൃത്യമായ ഇടപെടൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അത് ആരാണെങ്കിലും, വിദ്യാർത്ഥിയാണെങ്കിലും SFI പ്രവർത്തകരാണെങ്കിലും നടപടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു സമാനതകളില്ലാത്ത സാഹചര്യമായി തന്നെ നിലവിലെ ഈ സാഹചര്യത്തെ കാണേണ്ടിയിരിക്കുന്നു. കാരണം അടിയന്തര ഇടപെടൽ ലോക് ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്, നടപടി ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇനി ഏത് തരത്തിലുള്ള നീക്കങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി നടത്തും എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. എന്തായാലും പരാതികളുടെ അടിസ്ഥാനത്തിൽ ഗവർണർ ഇടപെട്ടിരിക്കുന്നു, ലോക് ഭവൻ ഇടപെട്ടിരിക്കുന്നു. കാലടി സർവകലാശാലയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ പല സർവകലാശാലകളിലും SFI പ്രവർത്തകർ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, കാടത്തപരമായിട്ടുള്ള നടപടികൾ, വിസിമാരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ, അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് വിവിധ വിസിമാരടക്കമുള്ളവർ സംസ്ഥാനത്തെ ഗവർണർക്ക് കൂടി നൽകിയിരിക്കുന്ന പരാതി. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്നതിനപ്പുറത്ത് വിവിധ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നു. സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തി ഇതിൽ നടപടി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിസിയുടെ പരാതിയിന്മേൽ ഏത് തരത്തിലുള്ള നടപടി ഇനിയിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി സ്വീകരിക്കണം, ഗവർണറുടെ നിർദ്ദേശം ഏത് തരത്തിൽ ഇനി പാലിക്കും എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ പരാതി നൽകിയതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ലോക് ഭവന് നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ DGPയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാനും അന്വേഷണം നടത്താനും ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. KP.